തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ അധ്യക്ഷതയിലുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും. സെക്രട്ടേറിയറ്റിൽ രാവിലെ 11:30 യോഗം. ജയലളിതയുടെ 2.5 മാസത്തെ ആശുപത്രിവാസം സംസ്ഥാനത്തിന് സമ്മാനിച്ച ഭരണപ്രതിസന്ധി ചെറുതല്ല. ചെറിയ ഫയലുകൾ മുതൽ സുപ്രധാന പദ്ധതികൾ വരെ തീരുമാനമെടുക്കുന്നത് ജയലളിതയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഭരണചക്രത്തിൽ ആയിരക്കണക്കിന് ഫയലുകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതാകും പനീർശെൽവത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടി ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്ക് ഓഫീസിൽ തീപിടുത്തം. ആളപായമില്ല. നിരവധി ഫയലുകളും നിർണായക രേഖകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. GCDIയുടെ ഭൂമി വിൽപ്പനയിലെ ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു. ടെൻഡറിൽ പോലും പങ്കെടുക്കാതിരുന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാണ് N. വേണുഗോപാൽ ചെയർമാനായിരിക്കെ ഭൂമി ലഭിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. നഗരമധ്യത്തിലെ കണ്ണായ സർക്കാർ ഭൂമി യഥാർത്ഥ വിലയുടെ പകുതി തുകയ്ക്കാണ് ബ്ലൂ വൺ റിയൽറ്റേഴ്സിന് GCDA കൈമാറിയത്. മാതാനഗറിൽ നഗരവികസനത്തിനായി GCDA പൊന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിത്. എറണാകുളം വില്ലേജിൽ സർവേ നമ്പർ 330/12 പെടുന്ന 45.83 സെന്റ് ഭൂമിക്ക് കോടികൾ വിലമതിക്കും. ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി ഇപ്പോൾ. സർക്കാർ ഭൂമി സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കൈവശമെത്തിയ ഇടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ വിജിലൻസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കോൺഗ്രസ് നേതാവ് N. വേണുഗോപാൽ GCDA ചെയർമാനായിരിക്കെയാണ് ക്രമക്കേട് നടന്നത്. ഭൂമി വിൽപ്പനയ്ക്കായി ടെൻഡർ ക്ഷണിച്ചതു മുതൽ ആരംഭിച്ചു ക്രമക്കേടിന്റെ പട്ടിക. ടെൻഡറിൽ പങ്കെടുത്തത് 3 പേർ മാത്രം. അതിൽ 2 പേർ PA നസീറും PA അബ്ദുൾ റഷീദും ഒരേ കമ്പനിയുടെ പാർട്ട്ണർമാർ. മൂന്നാമത്തെ ടെൻഡർ വ്യാജ പേരിലുമായിരുന്നു. ഇതിനായി വ്യാജ പാൻ കാർഡ് ഉണ്ടാക്കിയതായും വിജിലൻസ് കണ്ടെത്തി. കുറഞ്ഞത് 3 പേരെങ്കിലും ടെൻഡറിൽ പങ്കെടുക്കണമെന്ന നിബന്ധന പാലിക്കാനായിരുന്നു ഈ തട്ടിപ്പ്. സെന്റിന് 8 ലക്ഷം രൂപയ്ക്ക് അബ്ദുൾ റഷീദിന് ടെൻഡർ ഉറപ്പിച്ചു. ടൗൺ പ്ലാനർ 17 ലക്ഷം രൂപ സെന്റിന് മതിപ്പുവില നിശ്ചയിച്ച ഭൂമിയാണിത്. 7.5 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിക്ക് ലഭിച്ചത് പകുതിയിലും താഴെ 3.5 കോടി രൂപ മാത്രം. പണമടച്ച അബ്ദുൾ റഷീദ് തന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യരുതെന്ന വിചിത്രമായ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചു. പകരം ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യാനായിരുന്നു അപേക്ഷ. എല്ലാ നിയമങ്ങളും ടെൻഡറിൽ പങ്കെടുക്കാത്ത കമ്പനിക്ക് GCDA ഭൂമി രജിസ്റ്റർ ചെയ്തു നൽകി. കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്വന്തമാക്കി. വൻ ക്രമക്കേടും ഗൂഢാലോചനയും ഇതിനു പിന്നിൽ നടന്നതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാവ് N. വേണുഗോപാൽ ഉൾപ്പെടെ 4 പേരെ പ്രതികളാക്കി വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമാന സ്വഭാവമുള്ള മറ്റു 3 ഭൂമി കുംഭകോണങ്ങൾ കൂടി ഈ കാലയളവിൽ GCDAയിൽ നടന്നതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സാലി മുഹമ്മദ്, കൊച്ചി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ത്യാഗിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെയും കോടതിയിൽ എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എങ്ങനെയാകുമെന്നത്? അല്പസമയങ്ങൾക്കകം തന്നെ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയുടെ അഭിഭാഷകനെയും സഹോദരൻ സഞ്ജീവ് ത്യാഗിയെയും അല്പസമയങ്ങൾക്കകം ദില്ലി പ്രത്യേക കോടതിയിൽ എത്തിക്കും എന്നാണ് അറിയുന്നത്. CBIക്ക് SP ത്യാഗിയുടെ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ചില നിർണായക ഇടപെടലുകളുടെ തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് CBI ഇന്നലെ തന്നെ കടക്കാൻ ഇടയാക്കിയതെന്നും അറിയുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയുടെ ഒരു മുൻ സൈന്യാധിപനെ ഇത്തരമൊരു ഇടപാട് ബന്ധപ്പെട്ട് അഴിമതി ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നേരത്തെ CBIയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SP ത്യാഗിയുടെയും കുടുംബത്തിന്റെയും പണമിടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും പിന്നീട് കള്ളപ്പണ വെളുപ്പിക്കൽ നിയമപ്രകാരം കേസ് ചുമത്തുകയും ചെയ്തിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതി അടക്കമുള്ള അതിവിശിഷ്ട വ്യക്തികൾക്കുള്ള ഹെലികോപ്റ്ററുകൾ 12ഓളം ഹെലികോപ്റ്ററുകൾ 36,000 കോടി രൂപയുടെ ഈ ഇടപാടിൽ 323 കോടി രൂപ SP ത്യാഗിയും കുടുംബം
കുടുംബവും അടുത്ത മിത്രങ്ങളും കോഴയായി വാങ്ങിയെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് CBI വ്യക്തമാക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും മറ്റും SP ത്യാഗിയെ CBI വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ SP ത്യാഗി വെളിപ്പെടുത്തിയിരുന്നത് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ മാതൃസ്ഥാപനവുമായി താൻ ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് SP ത്യാഗി CBIയോട് വെളിപ്പെടുത്തി എന്നാണ് അറിയുന്നത്. എന്നാൽ ഇടനിലക്കാരൻ വ്യക്തമാക്കിയത് SP ത്യാഗിയുടെ സഹോദരനാണ് ഇത്തരം ഒരു ബന്ധം പുലർത്തിയിരുന്നത് എന്നാണ് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ഇടനിലക്കാരൻ വ്യക്തമാക്കുകയും ചെയ്തത്. ഇറ്റലിയിലെ കോടതി ഈ കേസ് പരിഗണിക്കെടുത്തപ്പോൾ അന്ന് ഇടനിലക്കാരൻ ഒരു കുറിപ്പ് എഴുതി കോടതിയിൽ നൽകിയിരുന്നു. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ ഒരു സൈന്യാധിപന്റെ കുടുംബത്തിന് ഈ ഒരു ഇടപാടുമായി ബന്ധമുണ്ട് എന്നാണ് കുറിപ്പിൽ പരാമർശിച്ചിരുന്നത്. ഇതിനുശേഷം ഈ കോടതിയിൽ വെച്ച് തന്നെ പ്രോസിക്യൂട്ടർ ഈ കുടുംബം ആരാണ് എന്ന് ചോദ്യം ഉന്നയിക്കുകയും അത് വ്യോമസേന സൈന്യാധിപനായിരുന്ന SP ത്യാഗിയും കുടുംബവുമാണെന്ന് ഇടനിലക്കാരൻ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ CBIയുടെ പക്കൽ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ രേഖകൾ സഹിതമാണ് അല്പസമയങ്ങൾക്കകം മുൻ വ്യോമസേന മേധാവിയായിരുന്ന SP ത്യാഗിയെയും അതോടൊപ്പം അഭിഭാഷകനെയും സഹോദരൻ സഞ്ജീവ് ത്യാഗിയെയും ദില്ലി പ്രത്യേക കോടതിയിൽ അല്പസമയങ്ങൾക്കകം ഹാജരാക്കുക. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയ. SP ത്യാഗിയെ അല്പസമയത്തിനകം CBI കോടതിയിൽ ഹാജരാക്കും. ഇന്ന് സാർവദേശിക മനുഷ്യാവകാശ ദിനം. രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുന്നിലാണ് ആര് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന മറുപടി. മനുഷ്യാവകാശ സംരക്ഷകരാകേണ്ട പോലീസാണ് രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരിൽ മുൻപന്തിയിൽ. പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ താരതമ്യേന കുറവായ കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 16 കസ്റ്റഡി മരണങ്ങളെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും പോലീസ് അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണവും വർഷാവർഷം കൂടി വരികയാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, സുപ്രീം കോടതി രൂപം നൽകിയ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റികൾ തുടങ്ങി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും പോലീസ് അതിക്രമങ്ങൾ കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് നിരവധിയുണ്ടെങ്കിലും ഇന്ത്യയിലെ പോലീസിന് ഇതൊന്നും ബാധകമേയല്ല. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളിൽ 30% പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളവയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. 2013-14 വർഷത്തിൽ രാജ്യത്താകെ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 140. 2014-15 130 പേർ കസ്റ്റഡിയിൽ മരിച്ചു. എന്നാൽ 2015-16 കാലത്ത് കസ്റ്റഡിയിൽ മരിച്ചവരുടെ എണ്ണം 153 വർദ്ധിച്ചു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പോലീസ് സംവിധാനങ്ങളുള്ള കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 16 കസ്റ്റഡി മരണങ്ങളും പോലീസിനെതിരെ 537 കേസുകളും. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. പോലീസിനെ സംബന്ധിച്ച് നിരവധി അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ധാരാളം ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും ആ പോലീസ് അതിക്രമങ്ങളെ ഫലപ്രദമായി തടയുന്നതിന് കഴിയുന്നില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് പോലീസിനെതിരെ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിൽ 72,730 കേസുകൾ. എന്നാൽ 46 കസ്റ്റഡി മരണങ്ങളുള്ള ഉത്തർപ്രദേശിനെ ബഹുദൂരം പിന്നിലാക്കി മഹാരാഷ്ട്രയാണ് കസ്റ്റഡി മരണങ്ങളിൽ ഒന്നാമതുള്ള സംസ്ഥാനം. 84 കസ്റ്റഡി മരണങ്ങൾ. 34 കസ്റ്റഡി മരണങ്ങളുമായി പശ്ചിമബംഗാളും തൊട്ടുപുറകെ. 2014 ഏപ്രിൽ 1 മുതൽ 2016 ഒക്ടോബർ 31 വരെയുള്ള ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് രാജ്യത്താകമാനം പോലീസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 1,21,604 ഇനി രജിസ്റ്റർ ചെയ്യാത്ത കേസുകളുടെ എണ്ണം എത്രയെന്ന് വെറുതെ ഒന്ന് ഊഹിക്കുക കൂടി ചെയ്യുക. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ജഗദീഷ് ശ്രീകുമാർ IFFK-യോടനുബന്ധിച്ചുള്ള പഴയകാല ചിത്രങ്ങളുടെ പോസ്റ്റർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഈ സിനിമയുടെ ചരിത്രത്തിന്റെ ആദ്യ സിനിമ മുതൽ തന്നെ പരസ്യ കലാകാരന്മാരുടെ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന കലാകാരന്മാരുടെ വലിയ ഒരു സംഭാവന എല്ലാവരിലുണ്ട്, എല്ലാവരുടെ ഓർമ്മകളിലുണ്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷേ പുതിയ തലമുറയുടെ മുമ്പിൽ സിനിമകൾ മാത്രമേ ഉള്ളൂ, വെള്ളിത്തിരയിലെ സിനിമ മാത്രമാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലുള്ളത്. മറ്റവർ വിസ്മൃതരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചരിത്രമുണ്ട്. മലയാളത്തിൻ്റെ ആദ്യകാലത്ത് ഈ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് പ്രിന്റ് മീഡിയ അത്രയും സജീവമാകാതിരുന്ന കാലത്ത് ചുമരിലൊക്കെ എഴുതി, അതല്ലെങ്കിൽ നീലം കൊണ്ട് അതുപോലെ അന്നത്തെ ഇതുകൊണ്ട് എഴുതിയ ഒരു ചെറിയ ബോർഡിലൊക്കെ എഴുതി കാളവണ്ടിയിലൊക്കെ ആ ബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് ഗ്രാമവീഥികളിൽ ചെണ്ട കൊട്ടിപ്പോയൊരു ചരിത്രം നമ്മുടെയൊക്കെ പൂർവികരുടെയൊക്കെ ഓർമ്മയിൽ വളരെ നന്നായിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങളിലൂടെ കണ്ട് നമ്മുടെയൊക്കെ തലമുറയുടെയും അതിനുശേഷം വന്ന തലമുറയുടെയും ഓർമ്മകളിലുണ്ടാവും. അങ്ങനെയാണ് സിനിമ ജനങ്ങളിലേക്ക്
എത്തുകയും കൂടുതൽ ജനകീയമാവുകയും ചെയ്തത്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ ചെണ്ടകൊട്ടി വിളംബരം എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പിന്നീട് ഡിസൈൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോസ്റ്ററിൽ പ്രധാനമായിട്ടും നായകൻ്റെയും നായികയുടെയൊക്കെ തല വെട്ടിയൊട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കലാകാരന്മാരുടെ അധ്വാനം, എത്ര ദിവസത്തെ അധ്വാനവും അവരുടെ ഭാവനയും ഈ സിനിമ, ഓരോ സിനിമകളും വിജയമാകുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഈവൻ ഫോണ്ട് പോലും, ഒരു സിനിമയുടെ പേര് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് പോലും ആ കലാകാരൻ്റെ ഭാവനയ്ക്കനുസരിച്ചുണ്ടായത് വലിയൊരു ചരിത്രമാണ്. അതിവിടെ നമ്മുടെ മുമ്പിൽ ആ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വലിയ കലാകാരന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കുകയാണ്, ഒരു സിനിമയുടെ ഫോണ്ട് എപ്പോഴും ചിലതൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് എഴുതിയത്? ഇപ്പോൾ പൊന്നാവരം കോട്ട, ആരോഗ്യം, കേൾവി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ചിത്രങ്ങൾ. ഇവൻ നീലക്കുയിലിൻ്റെ ഒരു ഫോണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അപ്പോൾ അത്രമാത്രം ജനഹൃദയങ്ങളിൽ പതിയുന്ന രീതിയിൽ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കലാകാരന്മാർ ഇത് എഴുതി തലകൾ വെട്ടിയൊട്ടിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പിൽക്കാലത്ത് ഒരു പരിഹാസ്യമായി മാറിയ ഒരു അവസ്ഥ കൂടി നമുക്കറിയാം. ഇവിടെ ഓർക്കുന്നവർക്ക് അതറിയാം. തല വെട്ടിയൊട്ടിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയായിട്ടാണ് പുതിയ തലമുറ അതിനെ കാണുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു മാറ്റമായൊരു പരിപാടിയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു, ആ സങ്കേതം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രം. ഞാനതൊരു ചരിത്രത്തിലേക്കല്ല പറയുന്നത്, പക്ഷെ ആ ചരിത്രം പറയുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റലേഷനാണ് ഇവിടെ ഉള്ളത്. ആദ്യ ചരിത്രം മുതൽ, ആദ്യകാലം മുതൽ ഈ അടുത്ത കാലം വരെയുള്ള ഒരു സിനിമയുടെ പരസ്യ കലയിലൂടെ കടന്നു പോകുന്നു. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയ്ക്ക് തിരിതെളിയിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലോകക്കാഴ്ചകളിലേക്കാണ് തലസ്ഥാനം മിഴിതുറന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. 21ാമത് മേളയ്ക്ക് 21 തിരിതെളിയിച്ചാണ് തുടക്കമായത്. Films have become a means of attracting people to visit the state, and in that way it gives a boost to tourism. Here you will get a chance to meet and interact with one of the most cine-literate audience in the world. കേരളത്തിലെ സിനിമാ ആസ്വാദകരുടെ മികവിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ചെറിയ തിരുത്തുവരുത്തി ചടങ്ങിലെ മുഖ്യാതിഥിയായ പ്രശസ്ത നടനും സംവിധായകനുമായ അമോൽ പലേക്കർ. This festival is rightfully holds the pride place in this state. I would like to make a humble correction to that. It is not only to the state but to the entire country that it holds a place of pride. ചെക്കോസ്ലോവാക്യൻ സംവിധായകൻ ജിറി മെൻസിലിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി മേള ആദരിച്ചു. ഫെസ്റ്റിവൽ ബുക്ക്, ബുള്ളറ്റിൻ, കാറ്റലോഗ് എന്നിവയുടെ പ്രകാശനവും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായ പാർട്ടിംഗ് നിറസദസ്സിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരുന്നു ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലെ താളലയ ദൃശ്യവിരുന്ന്. മലയാളികളുടെ അന്യം നിന്നുപോകുന്ന കലകളുടെ പുനരാവിഷ്കാരം. റിതം ഓഫ് കേരളയുടെ മുളസംഗീതം കാണികളെ ഒന്നടങ്കം കയ്യിലെടുത്തു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെയും വിളവെടുപ്പിന്റെയും ശീലുകൾ, അതായിരുന്നു മുളം തണ്ടിൽ നിന്നുയർന്ന ഓരോ താളവും. മലയാളികളെ പഴമയിലേക്ക് കൊണ്ടുപോയ മുളസംഗീതം 1 മണിക്കൂർ പ്രേക്ഷകരെ കയ്യിലെടുത്തു. കടമ്പനാട്ട് ജയചന്ദ്രന്റേതാണ് ആവിഷ്കാരം. മുളസംഗീതത്തിന്റെ മാസ്മരികതയ്ക്ക് ശേഷം 21 മിഴാവുകൾക്കൊപ്പം ഇടയ്ക്കും ഇലത്താളവും ചേർന്നൊരുക്കിയ മോഹിനിയാട്ടം ഉദ്ഘാടന ചടങ്ങിനെ ഉത്സവ ഛായയിലാഴ്ത്തി. കേരളത്തിന്റെ തനത് കലാരൂപമായ ആദിരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തിലൂടെ ദൃശ്യ സംസ്കൃതിയും സാക്ഷ്യമായി.
പ്രമുഖ നാടക സിനിമാ സംവിധായകൻ പ്രമോദ് പയ്യന്നൂരാണ് കലാവിരുന്ന് അണിയിച്ചൊരുക്കിയത്. എസ് ഷീജ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട 1,87,00,000 രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ, സന്നിധാനം.